ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നത്തെ കഥ പറയാൻ ഞാൻ നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ മഷിയിട്ട് നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇതിന്റെ ക്ലൈമാക്സ് എന്താണെന്ന്. ചിന്തിക്കില്ല, ആ രീതിയിലാണ് കഥ പോവുക. കഥയെക്കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഒരു പഴയ ബിൽഡിംഗ് അതിപ്പോ ഒരു അപ്പാർട്ട്മെന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട്. എന്നാൽ ഈ ഇടയായിട്ട് ഇവിടെ നിന്ന് ചില ആൾക്കാർ കാണാതാവുകയാണ്. ആ സമയത്താണ് നമ്മുടെ കഥാനായകൻ അദ്ദേഹത്തിന്റെ 2 കുട്ടികളുമായിട്ട് അങ്ങോട്ടേക്ക് ഒരു വാച്ചറിന്റെ ജോലി ചെയ്യാൻ എത്തുന്നത്. എന്നാൽ ഒരു പഴയ പോലീസുകാരനായിരുന്ന നമ്മുടെ ഹീറോ അവിടെ എത്തിയതിനു ശേഷം അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. അതാരാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഇതെന്ത് ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയൊരു രഹസ്യം. അവസാനം എല്ലാം സീക്രട്ട് മനസ്സിലാകുന്ന സമയത്ത് അയാളെ പോലെ തന്നെ നിങ്ങളും ഞെട്ടിയിരിക്കും. എന്നാൽ പിന്നെ നിങ്ങൾ ഞെട്ടാൻ തയ്യാറല്ലേ? എന്താ പിന്നെ പോയില്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്? സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ വരുന്നില്ലേ, അതിലുള്ള ഒരു ക്യാരക്ടറിനെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. ശരിയും ഷോക്കിംഗ് ആയി പോയിട്ടോ. ഗെയിം ഓഫ് ത്രോൺ എന്ന വെബ് സീരീസ് ഉണ്ടല്ലോ, അതായത് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഷോ ആയിട്ടുള്ള വെബ് സീരീസ്, അതിലെ ഒരു പ്രധാന ആക്ടർ വരെ ഈ സിനിമയിൽ ഉണ്ട് എന്നാ പറയുന്നത്. സോ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് കേട്ടോ സിനിമയ്ക്ക് വേണ്ടി. നിങ്ങൾ ആരെങ്കിലും ആ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയട്ടോ. അതുപോലെ എന്താണ് ഗെയിം ഓഫ് ത്രോണിലെ ഈ ക്യാരക്ടറിന്റെ പേര് എന്നും ചുമ്മാ ഒന്ന് പറഞ്ഞേക്ക്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ബിൽഡിംഗ് കാണിക്കുകയാണ്. പണ്ടെന്തോ ബാങ്ക് ആയിരുന്നു എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ താമസത്തിനായിട്ട്, അതായത് ഓരോ മുറികളും അപ്പാർട്ട്മെന്റ് പോലെയാണ് ഉപയോഗിക്കുന്നത്. ഈ വലിയ ബിൽഡിംഗ്, ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് വേസ്റ്റ് മെറ്റീരിയൽ ഇതെല്ലാം കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ ഫർണസ് ഉണ്ട്. ഫർണസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ബിൽഡിങ്ങിലുള്ള ഒരു സിസ്റ്റം ആണ്. അതിനുള്ളിലേക്ക് അങ്ങ് സാധനങ്ങൾ ഇട്ട് പെട്ടെന്ന് തന്നെ കത്തിച്ച് ചാരമാക്കാൻ കഴിയും. എന്തിനാണ് സിനിമയുടെ ആരംഭത്തിൽ തന്നെ ആ ഒരു ഫർണസ് കാണിച്ചേ എന്നറിയില്ല. ഇതിനുശേഷം ജോലിയെല്ലാം കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുന്ന ഒരു ലേഡിയെ കാണിക്കുകയാണ്. ആളൊരു ടീച്ചറാണ്. അവരുടെ റൂമിനടുത്തേക്ക് എത്തി അത് തുറക്കാൻ നിൽക്കുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിന്റെ മാനേജർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടീച്ചറെ കണ്ടപാടിനെ മാനേജർ വിളിക്കുകയാണ്. ടീച്ചറെ ഒന്ന് നിൽക്കോ, ഞാൻ ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് ദിവസമായി കാത്തിരിക്കുന്നു. എന്താ കാര്യം എന്ന് ടീച്ചർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മാനേജർ പറയണ, അല്ല നിങ്ങളുടെ അനിയന്റെ കാര്യമൊക്കെ എന്തായി? അവന്റെ അസുഖത്തിന് കുറവുണ്ടോ? ഇപ്പൊ ടീച്ചർ പറയണ, കുഴപ്പമൊന്നുമില്ല. അല്ല എന്താ കാര്യം, എന്നെ എന്തിനാ വിളിച്ചേ ചോദിക്കുമ്പോൾ ഈ മാനേജർ പറയണ, അതായത് ഇവിടെയുള്ള ഓരോ റൂമിന്റെയും ഒരു സ്പെയർ കീ എന്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ സ്പെയർ കീ എല്ലാ റൂമിന്റെയും മിസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഈ ലോക്ക് മാറ്റാനായിട്ട് ആള് വരും കേട്ടോ. പുതിയ കീ എല്ലാത്തിലും സെറ്റ് ചെയ്യും. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ മാനേജർ വീണ്ടും വിളിക്കണം. അല്ല മേഡം, ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം എന്തായി? ഏത് കാര്യം? ടീച്ചർ ചോദിച്ചപ്പോൾ മാനേജർ പറയണം, മേഡം ഓൾറെഡി ഇതിന് വാടക കൂടുതലാണ്. വാടക കുറവുള്ള വേറെയും അപ്പാർട്ട്മെന്റുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കിക്കൂടെ എന്ന് മാനേജർ ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയണം. ഒന്ന് ചിരിച്ചിട്ട് ടീച്ചർ റൂമിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ഈ മാനേജറുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ടീച്ചറെ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു ടീമിന് പുതുതായിട്ട് വാടക കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം വാടക അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇയാൾ ഈ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. ഇതിനുശേഷം ടീച്ചർ റൂമിലേക്ക് വരുന്നുണ്ട്. ടീച്ചറിന് പറഞ്ഞതുപോലെ തന്നെ തീരെ വയ്യാത്ത ഒരു അനിയനുണ്ട്. സംസാരിക്കാനൊന്നും കഴിയില്ല, എന്തോ വല്ലാത്തൊരു അസുഖമാണ്. പിന്നീട് ടീച്ചർ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത്, മോനോട് കെടുക്കേട്ടോ, ചേച്ചി അപ്പുറത്തിനുണ്ടാകും, കുറച്ച് ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക്കും പ്ലേ ചെയ്ത് അവരവിടുന്ന് പോവാണ്. ഇന്ന് അല്പനേരം കഴിഞ്ഞിട്ട് ചെറുക്കന്റെ കരച്ചിൽ കേട്ട് ടീച്ചർ അങ്ങോട്ടേക്ക് വന്ന് നോക്കുകയാണ്. അവൻ എന്തോ അവിടെ കണ്ട് പേടിച്ചു. ആ രീതിയിലാണ് അവന്റെ മുഖമൊക്കെ. പാട്ടും ഓഫ് ആയിട്ടുണ്ട്. പിന്നെ അവൻ ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ടീച്ചർ ഇത് വലിയ കാര്യമാക്കി എടുത്തില്ല. പാട്ട് വീണ്ടും വെച്ചു കൊടുത്തിട്ട്, മോനെ ചേച്ചിക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ടാ, അത് ചെയ്തു തീർക്കട്ടെ, എന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് പോവാണ്. മാത്രമല്ല അവന്റെ റൂമിൽ ഒരു CCTV ഉണ്ട്. അതിലൂടെ അവൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഒരു ചെറിയ ഒരു ടാബ് വഴി ഈ ടീച്ചർക്ക് കാണാൻ കഴിയും. ഇതിനുശേഷം ടീച്ചറിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്ക് പരീക്ഷ വെച്ചായിരുന്നു. അവരുടെ പരീക്ഷ പേപ്പർ നോക്കിയിട്ട് മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ വയലറ്റ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ പേപ്പർ കാണുന്നുണ്ട്. അവൾ അത്ര നല്ല പഠിക്കുന്ന പെൺകുട്ടിയൊന്നും അല്ല. അവൾ പരീക്ഷയിൽ തോക്കാണ്. എന്നിട്ടും അവളെ ജയിപ്പിക്കാൻ വേണ്ടി ടീച്ചർ മനഃപൂർവ്വം ഒരു 2 മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ഒന്ന് ഓർത്തു വെച്ച കേട്ടോ, വയലറ്റ്. വയലറ്റിനെ ടീച്ചർ അങ്ങനെ ജയിപ്പിക്കാനുള്ള കാരണം തന്നെ അവളോട് ഒരു ഇച്ചിരി ഇഷ്ടം ടീച്ചർക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. ഇതേ നേരം തന്നെ ടീച്ചർ അനിയനെ കാണാൻ വേണ്ടി ഒരു ടാബ്ലറ്റിൽ CCTV വിഷലൊക്കെ സെറ്റ് ചെയ്തായിരുന്നല്ലോ, അതിൽ ചെറിയൊരു മങ്ങൽ പോലെ. അതുപോലെ അവന്റെ റൂമിൽ വെച്ച് വല്ലാത്തൊരു കരച്ചിലും. ടീച്ചർ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്ന് എന്താ മോനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒന്ന് കണ്ട് അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അതുപോലെ അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്. ടീച്ചർ അത് എന്താണെന്ന് നോക്കിയപ്പോൾ മാനേജർ കാണാതായി എന്ന് പറയുന്ന ആ സ്പെയർ കീകൾ ഉണ്ടല്ലോ, അത് അവന്റെ കയ്യിലായിരുന്നു. ടീച്ചർ ആകെ ഞെട്ടിപ്പോയി. മോനെ നീ എന്തിനാ ഇത് എടുത്തത് എന്ന് അനിയൻ ചെറുക്കൻ പറയുന്നത്, ചേച്ചി ഇവിടുന്ന് പോ ഇവിടെ നിൽക്കല്ലേ, പോന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചേച്ചിയെ തള്ളി വിടുകയാണ്. അതേ നേരം തന്നെ ആരും ഒരാൾ ആ ഒരു മുറിയിലേക്ക് വരുന്നതായിട്ട് ടീച്ചർക്ക് ഫീൽ ആവുകയാണ്. വേഗം പുറത്തേക്ക് പോയിട്ട് കതക് തുറന്ന് ആരെങ്കിലും വിളിക്കാമെന്ന് വിചാരിച്ച് കതക് തുറക്കാൻ നോക്കുമ്പോൾ അത് ഓപ്പൺ ആവുന്നില്ല. വീണ്ടും അനിയന്റെ അടുത്തേക്ക് വന്നു നോക്കുമ്പോൾ അനിയൻ ആരോ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാൽ എന്ത് സംഭവിക്കും, ഒളിച്ചിരിക്കാം എന്ന് കരുതിയിട്ട് കട്ടിലിന് താഴെ പോയിട്ട് ടീച്ചർ വിളിക്കുകയാണ്. പക്ഷെ പെട്ടെന്നൊരു ചാവി അവിടേക്ക് വന്ന് വീഴുന്നുണ്ട്. ആ ചാവി ഉപയോഗിച്ച് റൂം തുറന്ന് ഓടാലോ എന്ന് കരുതി ചാവി എടുക്കാൻ നിൽക്കുമ്പോൾ ടീച്ചറെ തേടി വന്ന ആ ആള് തൊട്ട് മുകളിലുണ്ടായിരുന്നു. ടീച്ചറുടെ കയ്യിലേക്ക് ഒരു പെൻസിൽ എടുത്ത് ഒരൊറ്റ കുത്തലാണ്. നിലവിളിച്ച് കരഞ്ഞെങ്കിലും ആ കരച്ചിൽ ആരും കേട്ടില്ല. അവിടെ വെച്ച് ആ ടീച്ചറും ടീച്ചറിന്റെ അനിയനും വളരെ ക്രൂരമായിട്ട് മരണപ്പെടുകയാണ്. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ തന്നെ എഴുതി കാണിക്കുന്നത്. ഇതിനുശേഷം ഒരു ദിവസം രാവിലെ ഒരച്ഛനും
അച്ഛനും 2 മക്കളും കൂടെ ഇതേ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. ഇയാളാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ഫിലിപ്പ് ലോഗൻ. ഫിലിപ്പ് ലോഗൻ നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ ആ പേര് അങ്ങനെ മറക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ഫിലിപ്പ് ലോഗന് 2 മക്കളാണ് കേട്ടോ. 2 പെൺകുട്ടികളാണ്. മൂത്താള് വയലറ്റ്, ഒരു 10-14 വയസ്സൊക്കെ പ്രായം ഉണ്ടാവും. രണ്ടാമത്തേതും ഒരു പെണ്ണ് തന്നെയാണ്. അവളുടെ പേര് റോസ്, ഏകദേശം ഒരു 7 വയസ്സൊക്കെ ഉണ്ടാവും. എന്തായാലും ഇവരിപ്പോ നേരെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫിലിപ്പ് മക്കളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും മാനേജറെ കാണാൻ പോകുന്ന സമയത്ത് പിള്ളേരെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ കയറുന്ന ഭാഗത്ത് തന്നെ മക്കളെ 2 പേരെയും ഇരുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മൂത്ത മകളായിട്ടുള്ള വയലറ്റിനോട് പറയുന്നുണ്ട്, വയലറ്റെ അനിയത്തി റോസിനെ നന്നായിട്ട് നോക്കണം കേട്ടോ, അവൾ എങ്ങോട്ടെങ്കിലും എണീച്ചു പോകും. ആ ഞാൻ നോക്കിക്കോളാം അച്ഛന്ന് ഇപ്പൊ വയലറ്റും പറയണം. ഇതിനുശേഷം ഫിലിപ്പ് നേരെ മാനേജറുടെ റൂമിൽ ചെല്ലുന്നുണ്ട്. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഫിലിപ്പ് പറയാണ്, എന്റെ മകളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ വേക്കൻസി അല്ലേ ഇവിടെ ഉള്ളത്? അങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറയണം. അല്ല ഇതിനു മുന്നേ നിങ്ങൾ എന്താ ചെയ്തതെന്ന് മാനേജർ ചോദിക്കുമ്പോൾ ഈ സമയത്ത് ഫിലിപ്പ് പറയുന്നുണ്ട്, ഞാനൊരു പോലീസുകാരനായിരുന്നു. പോലീസുകാരനോ? പിന്നെന്താ ഒരു ജോലി ഉപേക്ഷിച്ചത്? അത് പിന്നെ എന്റെ ഭാര്യ മരിച്ചുപോയി. പിന്നെ പോലീസ് ജോലി അറിയാലോ, അതിൽ നിൽക്കുകയാണെങ്കിൽ മക്കളെ 2 പേരെയും നന്നായിട്ട് നോക്കാൻ കഴിയില്ല, കുട്ടികളാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആ ഒരു ജോബ് റിസൈൻ ചെയ്തു. മക്കളെ കൂടെ നിർത്താൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ജോലി നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ജോലിയെ കുറിച്ച് അറിഞ്ഞത്. എന്തായാലും ഒരു സെക്യൂരിറ്റി ജോലി ചെയ്യാൻ കഴിവുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഫിലിപ്സിനെ മാനേജർ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ പിള്ളേരെ കാണിക്കാണ്. 2 പേരും ഓരോ കാര്യങ്ങൾ അങ്ങനെ വർത്താനം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ ഒരു മുത്തശ്ശി മിസ്സിസ് ഡേ ആണ്. ആ മുത്തശ്ശിയുടെ കൂടെ എപ്പോഴും നായ ഉണ്ടാവും കേട്ടോ. ആ നായ്ക്ക് എന്തോ നമ്മുടെ വയലറ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവളുടെ അടുത്തേക്ക് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട്, മോളെ നിന്നെ എന്തോ ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നാ തോന്നുന്നത്. എന്നാൽ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് റോസ് അവരോടങ്ങനെ വലിയ പരിചയമൊന്നും കാണിക്കുന്നില്ല. അവളിപ്പോ താഴെ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു ചെല്ലുകയാണ്. അങ്ങനെ നടക്കുന്ന സമയത്ത് റോസിന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം കാണിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടാണ്. അതിലൊരു 3 കോയിൻസ് ഉണ്ടാവും. കോയിൻസ് അല്ല, കുഞ്ഞു ബോളുകൾ. അത് കറക്റ്റായിട്ട് അതിൽ ആ കുഴിയിൽ വീഴിപ്പിക്കണം. എന്തായാലും ആ ഒരു സാധനം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് റോസ് താഴേക്ക് പോകുന്നത്. താഴേക്ക് പോയപ്പോൾ ശബ്ദം കേട്ട മുറിയുടെ അടുത്തേക്ക് അവൾ ചെന്ന് നോക്കിയപ്പോൾ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ അപ്പം തന്നെ അവളെ നോക്കിയിട്ട് നീ ഏതാന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ വന്നേന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റോസ് അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. ആ ആളുടെ നോട്ടം അതൊന്നും അത്ര ശരിയായിരുന്നില്ല. ഇയാളുടെ പേരാണ് വാൾട്ടർ. ഈ വലിയ അപ്പാർട്ട്മെന്റിലെ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ ഇതൊക്കെ നോക്കുന്ന ആളാണ്. ഇതേ നേരം തന്നെ റോസ് എഴുന്നേറ്റ് പോയതൊന്നും വയലറ്റ് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. വയലറ്റ് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യനെ കണ്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. അവന്റെ പേര് ട്രാവിസ് എന്നാണ്. ട്രാവിസിന്റെ കയ്യിൽ എപ്പോഴും ഒരു ബോൾ ഉണ്ടാവും. ആ ബോൾ ചുമരിലേക്ക് അങ്ങനെ എറിഞ്ഞു കളിക്കുകയാണ്. അവന്റെ അടുത്തൊരു സിഗരറ്റിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം തരുമെന്ന് ചോദിച്ചിട്ട് വയലറ്റ് അത് വലിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ മാനേജർ ഫിലിപ്പിനെ അവിടുത്തെ ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, എന്തൊക്കെയാ ജോലി ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ ഓരോ സ്ഥലവും കാണിച്ചു കൊടുക്കുമ്പോൾ മാനേജർ ഒരു കാര്യം ഫിലിപ്പിനോട് പറയുന്നുണ്ട്, പണ്ട് ഇതൊരു ബാങ്കായിരുന്നു. അതുകൊണ്ട് തന്നെ 2ഉം 3ഉം താഴേക്കായിട്ടൊക്കെ ബേസ്മെന്റ് അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു ഫർണസ് ഉണ്ട്. ഈ വേസ്റ്റ് ഒക്കെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ മെഷീൻ അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു എന്താ അവന്റെ പേര്, വാൾട്ടർ. ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ്. അധികം അവനോട് അടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ആരും അവനോട് അധികം സംസാരിക്കാനൊന്നും പോവാറില്ല. നീയും അതുപോലെ തന്നെ നിന്നാ മതി. ഇത് പറഞ്ഞ് പിന്നീട് ഫിലിപ്പിന് താമസിക്കാനായിട്ട് ഒരു മുറി കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടികളെയും കൂട്ടി അവിടെ എന്തായാലും അവന് നിൽക്കാൻ കഴിയും, അത്യാവശ്യം സൗകര്യമുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഫിലിപ്പ് മക്കളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ വയലറ്റും റോസും 2 പേരെയും അവിടെ കാണാനില്ല. ആ സമയത്ത് അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഡാലിയ എന്ന അവരുടെ പേര്. അപ്പൊ ഈ ഡാലിയോട് ഫിലിപ്പ് ചോദിക്കണം, അല്ല ഇവിടെ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികളെ കണ്ടോ? ഒരു ചെറിയ പെൺകുട്ടിയും ഒരു വലിയ പെൺകുട്ടിയും. ഇപ്പൊ ഡാലി പറയാണ്, ചെറിയ പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നേരത്തെ നോക്കുമ്പോൾ ഒരു വലിയ പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദാ അങ്ങോട്ടേക്ക് പോയി എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട്. നേരെ ഫിലിപ്പ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ പയ്യനുണ്ടല്ലോ ട്രാവിസ്, അവന്റെ കൂടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന വയലറ്റിനെ കാണുകയാണ്. വയലറ്റിനെ കണ്ട പാടിനെ 4 ചീത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ചെറുക്കനോടും പറയുന്നുണ്ട്, വെറുതെ എന്റെ മോളെ നാശാക്കാൻ നോക്കിയാണ്ടല്ലോ, മര്യാദക്ക് ഇവിടുന്ന് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് ട്രാവിസിനെ അവിടുന്ന് പറഞ്ഞേക്കാണ്. ഇതിനുശേഷമാണ് വയലറ്റിനോട് റോസിനെ കുറിച്ച് ചോദിക്കുന്നത്. അവള് വലിയ മൈൻഡ് ആകുന്നില്ല, എനിക്കറിയില്ല എന്ന് പറയാം. ഇതേ നേരം താഴെ നിന്ന് റോസിന്റെ വിളി കേൾക്കുന്നുണ്ട്, മോളെ നീ എവിടെയുള്ളതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇപ്പോ ഫിലിപ്പ് പോകുന്നുണ്ട്. താഴേക്ക് പോയി നോക്കുമ്പോൾ റോസ് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അവള് പറയാണ്, അച്ഛാ നമുക്ക് ഇവിടെ നിൽക്കണ്ട അച്ഛാ, നമുക്ക് പോവാ അച്ഛാ, മോളെ നമുക്ക് എല്ലാം ശരിയാക്കാം, നമ്മൾ വന്നിട്ടല്ലോ, ഒന്ന് നോക്കിയിട്ട് പോവാന്ന് പറയാണ്. ഇതേ നേരം തന്നെ നേരത്തെ വന്ന ആ ഒരു ഡാലി വന്നിട്ട് പിള്ളേരെ കിട്ടിയോ ചോദിക്കുകയാണ്. അപ്പൊ ഫിലിപ്പ് താഴെ നിന്ന് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ആ മൂത്ത മോള് വയലറ്റ് അവള് മുകളിലുണ്ടല്ലോ എന്ന് പറയാണ്. ഇപ്പൊ ഡാലിയ വയലറ്റിനെ കാണുന്നുണ്ട്. അവളെ നോക്കിയൊന്ന് ചിരിച്ച് ഇപ്പൊ ഡാലി അവിടുന്ന് പോവുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് അധികം ആരും സംസാരിക്കാത്ത വാൾട്ടർ എന്ന ആളെയാണ്. അയാളുടെ റൂമിലേക്കൊന്നും അധികം ആരും പോവാതെയാട്ടോ. കാരണം അയാൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ തന്നെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ കുട്ടികളുടെ എല്ലാം ഫോട്ടോ വെച്ച് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി ചില പുഷ്പങ്ങളും ഇലകളും ഇതെല്ലാം അങ്ങോട്ടേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു ആഭിചാരക്രിയയാണ്. കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം ഇന്ന് രാവിലെ വയലറ്റിനോട് ഭയങ്കര സ്നേഹത്തോടു കൂടെ സംസാരിച്ച ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, ആ മുത്തശ്ശിയുടെ റൂമിൽ കാണിക്കുകയാണ്. അവിടെ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് അവിടെ വെച്ച് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, ആരാണ് അങ്ങോട്ടേക്ക് വന്നത്, ഇതൊന്നും അവിടെ കാണിക്കുന്നില്ല. അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും ആണോ, അല്ലെങ്കിൽ ഒരു സൈക്കോയാണോ, അല്ലെങ്കിൽ കള്ളന്മാരാണോ, ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ഈ അപ്പാർട്ട്മെന്റിൽ സംഭവിക്കുന്നതെന്ന്. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളൊന്നും ഇവിടെ ഉള്ളവർ അറിയുന്നില്ലേ. പ്രത്യേകിച്ചും ആ ഒരു മാനേജർ. ഇയാളുടെ തോന്നല് പിന്നെ അവരൊക്കെ പോയി ഒഴിയാണെങ്കിൽ ഒഴിയട്ടെ എന്നുള്ള ആ ഒരു തോട്ടിലായിരിക്കും അയാൾ. ഇതേ നേരം തന്നെ ഫിലിപ്പ് മകളും
താമസിക്കുന്ന ആ റൂമിന്റെ വാതിൽ ആരോ തട്ടുന്നുണ്ട്. തട്ടുകല്ല, ആ വാതിൽ ആരോ തുറക്കാൻ നോക്കുകയാണ്. ഫിലിപ്പ് വേഗം പോയിട്ട് വാതിൽ തുറന്നിട്ട് ആരാടാന്ന് ചോദിക്കുകയാണ്. നോക്കുമ്പോൾ ആ ഒരു വാൾട്ടർ. ഇപ്പൊ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് വാൾട്ടർ പറയണു, ഓ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത്, സോറി എന്നും പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ ഒരു വല്ലാത്ത നോട്ടം ചെറിയ പെൺകുട്ടി റോസ് ഉണ്ടല്ലോ അവളെ നോക്കുന്നുണ്ട്. വാൾട്ടർ അങ്ങനെ നോക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഇല്ലാതിരിക്കുമോ? അങ്ങനെ ആ ദിവസവും കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഫിലിപ്പും അതുപോലെ തന്നെ അവർ അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന മറ്റൊരാളുണ്ട് ജൂലിയ. അയാൾ ഇപ്പോഴാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കുറെ അധികം വേസ്റ്റുകൾ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരികയാണ്. ഒരു കുറെ ചാക്കിലൊക്കെ കെട്ടിയിട്ടാണ്. അപ്പൊ ഒരു ചാക്കിൽ കുറെ അധികം പെൻസിൽ ഉള്ളതായിട്ട് ഫിലിപ്പ് കാണുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആരുടേതാണെന്ന് ജൂലിയോട് ചോദിക്കുമല്ലോ. അവൻ നേരത്തെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ജൂലി പറയണ, ഇവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചറും ടീച്ചറിന്റെ അനിയനും. പെട്ടെന്നൊരു ദിവസം അവർ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയി. പിന്നീട് ആ ടീച്ചറിന്റെ കാര്യങ്ങൾ ജൂലി പറഞ്ഞ സമയത്ത് തന്റെ മകളെ പഠിപ്പിക്കുന്ന അതേ ടീച്ചറാണ് ഇതെന്ന് ഫിലിപ്പിന് മനസ്സിലായി. എന്നാലും അവർക്കിപ്പോ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അതുപോലെ അവരുടെ റൂമിൽ നിന്ന് ഒഴിവാക്കിയ കസാര, ടേബിൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അത് എടുത്തോന്ന് ജൂലി പറയണം. ഇപ്പൊ ഫിലിപ്പ് പറയണ, ഒന്ന് രണ്ട് കസാര എടുക്കാം, എന്റെ റൂമിൽ വലിയ സൗകര്യമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഫിലിപ്പും ജൂലിയും കൂടിയിട്ട് ആ ഒരു കസാരയെല്ലാം എടുത്ത് നേരെ ഫിലിപ്പിന്റെ റൂമിലേക്ക് വരികയാണ്. വരുന്ന വഴിയിൽ മറ്റേ ആ ഒരു പയ്യനുണ്ടല്ലോ ട്രാവിസ്, അവൻ എപ്പോഴത്തെയും പോലെ അവന്റെ കയ്യിലുള്ള ആ ഒരു ബോൾ അത് ചുമരിലേക്ക് എറിഞ്ഞ് അതങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇത് ഇവന്റെ മെയിൻ ഹോബിയാണ് കേട്ടോ. അപ്പൊ ജൂലി പറയുന്നുണ്ട്, എടാ ചെക്ക, നിനക്ക് നിന്റെ കൈയൊന്നും ഒതുക്കി വെക്കാൻ പറ്റില്ല അല്ലേ, ഇതെല്ലാം എറിഞ്ഞ് നീ കംപ്ലൈന്റ് ആക്കും, എന്നിട്ട് ഞങ്ങൾ തന്നെ വന്നിട്ട് അത് നേരാക്കും വേണം. എവിടെ ആ ചെറുക്കൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല. പിന്നീട് ജൂലിയോ ഫിലിപ്പ് രണ്ടുപേരും ഫിലിപ്പിന്റെ റൂമിലേക്ക് വരികയാണ്. ആ സമയത്ത് അവിടെ റോസ് ഇല്ലായിരുന്നു, വയലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വയലറ്റിനെ ജൂലിയെ ഇപ്പൊ പരിചയപ്പെടുകയാണ്. കുറെ നേരം കഴിഞ്ഞു, രാത്രിയായി, എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അതുപോലെ തന്നെ ഫിലിപ്പും. അപ്പൊ അർദ്ധരാത്രിയായിട്ട് ഫിലിപ്പ് എഴുന്നേറ്റ് നോക്കുമ്പോൾ വയലറ്റിന് മാത്രമേ കാണാനുള്ളൂ, റോസിനെ കാണാനില്ല. പെട്ടെന്നൊരു പേടി വന്നു. റോസേ റോസേ എന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ച് അവിടെ മുഴുവൻ തപ്പി നടക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള ബേസ്മെന്റിൽ ഒരു ഫർണസ് ഉണ്ടല്ലോ, ആ ഫർണസിൽ തീ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ തീയിലും നോക്കി അവൾ അങ്ങനെ നിൽക്കുകയാണ്. എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളാ തോന്നുന്നു നമ്മുടെ ഈ ചെറിയ റോസ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫിലിപ്പ് അവന്റെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വാൾട്ടർ വരികയാണ്. എന്നിട്ട് ചോദിക്കണം, അല്ല നിന്റെ ചെറിയ മോളുണ്ടല്ലോ റോസ്, അവളെ കണ്ടില്ലല്ലോ, അവളെവിടെ? ഇങ്ങനെ പറഞ്ഞപ്പോ ഫിലിപ്പിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്റെ മോളുടെ പേര് റോസ് ആണെന്ന് നിനക്കെങ്ങനെ അറിയാം? അവളെ നീ എപ്പാ പരിചയപ്പെട്ടത്? അതൊക്കെ ഞാൻ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വാൾട്ടർ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടി ഫിലിപ്പ് നിൽക്കുന്ന അതേ നേരം തന്നെ മാനേജർ വന്നിട്ട് പറയാണ്, ആ മുത്തശ്ശി ഉണ്ടല്ലോ മിസ്സിസ് ഗ്രേ, അവരുടെ റൂമിൽ നിന്ന് ഭയങ്കരമായിട്ട് ആ പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്ക്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ പഴയ സെക്യൂരിറ്റി പറയണ, എന്റെ പൊന്നു സാറേ, ആ മുത്തശ്ശിയുടെ റൂമിലേക്ക് ഞാൻ പോയില്ല, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ തള്ളയുടെ വായിലുള്ളത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന നമ്മുടെ ഫിലിപ്പ് പറയണ, വാ എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഈ സെക്യൂരിറ്റി ഗാർഡിനെയും കൂട്ടിയിട്ട് ഫിലിപ്പ് നേരെ നമ്മുടെ മിസ്സിസ് ഗ്രേ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ്. റൂം നല്ല ക്ലീൻ ആയിരുന്നു. അതുപോലെ തന്നെ ഫിലിപ്പ് ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ചിന്തയും ഓരോ നോട്ടും ആ രീതിയിലാണ് പോകുന്നത്. മുത്തശ്ശി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൂടെ കൊണ്ടുപോകാറുള്ള ആ വടി അതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? പിന്നെ ആ ഒരു നായ, മുത്തശ്ശി എന്തായാലും ഇവിടെ ഇല്ല, അതുകൊണ്ട് നായെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പ് നേരെ നായയുടെ ആ ഒരു കൂടോടുക്കനെടുത്ത് നേരെ റോസിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. റോസിന് അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്കായിട്ട് പുതിയൊരു കട്ടിലും സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന സമയത്ത് വയലറ്റ് പറയാണ്, എന്റെ അച്ഛാ, നിങ്ങൾക്ക് ഈ റോസിനെ മാത്രം മതിയോ? എപ്പം നോക്കിയാലും റോസേ റോസേ റോസേ, ഞാൻ ഇങ്ങനെ ഒരു മോളുണ്ട്, ആ ഒരു ചിന്തയൊന്നും വേണ്ട കേട്ടാ. ഇത് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തില് വയലറ്റ് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ വയലറ്റ് ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകുന്ന ആ ഒരു വിഷ്വല്, അതുപോലെ തന്നെ ബോൾ വെച്ച് കളിക്കുന്ന ട്രാവിസിന്റെ ആ ഒരു വിഷ്വല്, ഈ രണ്ട് വിഷ്വലും CCTVയിലൂടെ വാൾട്ടർ നിരീക്ഷിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. അങ്ങനെ നേരം അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ട്രാവിസിന്റെ അപ്പാർട്ട്മെന്റിൽ കാണിക്കുകയാണ്. ആരോ അവരുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ട് കോണിംഗ് ബെൽ അടിക്കുകയാണ്. അവനോട് അമ്മ വാതിൽ പോയിട്ട് തുറക്കാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ട്രാവിസ് നേരെ പോയിട്ട് വാതിൽ തുറക്കുകയാണ്. അതേ നേരം തന്നെ ഒരു വല്ലാത്ത മ്യൂസിക് അവൻ കേൾക്കുന്നുണ്ട്. അത് കേട്ട ഭാഗത്തേക്ക് പതിയെ അവൻ പോവുകയാണ്. ഇതേ മ്യൂസിക് തന്നെ വയലറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഡാലിയും കേൾക്കുന്നുണ്ട്. അപ്പൊ ഡാലിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എവിടുന്ന് ഈ പാട്ട് കേൾക്കുന്നത്? ഇതിനുശേഷം വീണ്ടും ട്രാവിസിനെ കാണിക്കുകയാണ്. അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നിലത്ത് വെച്ച് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ കാണുകയാണ്. അതും കയ്യിലെടുത്തുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പാട്ട് കേട്ട ഭാഗത്തേക്ക് ചെന്നപ്പോ ട്രാവിസ് ആരെയും ഒരാളെ കാണുന്നുണ്ട്. നീ എന്താ? ഇത് ചോദിച്ചു തീർന്നില്ല. അതിനു മുന്നേ തന്നെ ട്രാവിസിനെ ആ ആള് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. ആ നേരത്തെ അങ്ങോട്ടേക്ക് ഡാലിയും വരുന്നുണ്ട്. ആ സമയത്ത് മ്യൂസിക് ഒന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഡാലി തിരിച്ചുപോയി. എന്നാൽ നിലത്ത് വീണ് കിടന്ന ആ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, അതേ സ്ക്രൂ ഡ്രൈവർ തന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ നമ്മുടെ ജൂലി ഉണ്ടല്ലോ അവന്റെ അരക്കെട്ടിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോ ആ ഒരു കില്ലർ അവനായിരിക്കുമോ? അല്പനേരം കഴിഞ്ഞപ്പോ തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതായത് ട്രാവിസിന്റെ അമ്മയാണ് മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ അപ്പാർട്ട്മെന്റിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ മാനേജർ, ഇയാൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, പോട്ടെ എല്ലാം പോയി തീരട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ ഈ മനുഷ്യന്. എന്നാൽ ഇവിടെ നടക്കുന്ന ഓരോ സംഭവത്തിലും നമ്മുടെ ഫിലിപ്പിന് നല്ല സംശയം വാൾട്ടറിനെയാണ്. എന്തായാലും ട്രാവിസിനെ കാണാതായ ആ ഒരു വിവരം ഇപ്പൊ ഫിലിപ്പ് നേരെ മകളായിട്ടുള്ള വയലറ്റിനോട് പറയാൻ പോകണം. കാരണം വയലറ്റും ട്രാവിസും നല്ല കൂട്ടുകാരായിരുന്നു. അത് കേട്ട സമയത്ത് വയലറ്റ് വല്ലാണ്ട് കിടന്ന് കരയാണ്. കാരണം ഇവിടെ അവൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനാണ് ട്രാവിസ്. അവൾ പിന്നീട് ട്രാവിസിന്റെ ആ ഒരു ഫോട്ടോ നോക്കി ഒരുപാട് നേരം കരയാണ്. എന്നാൽ ഫിലിപ്പിന് ഇവിടെ ചെയ്യാൻ കുറെ ജോലികളുണ്ട്. ബേസ്മെന്റും അവിടെയുള്ള ഓരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ മുകളിലെ ഒരു റൂമുണ്ട്, ഒരു മെക്കാനിക്കൽ റൂം. ആ റൂമിലേക്ക്
റൂമിലേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന് ഈ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ക്ലീൻ ചെയ്യല്ലേ, അവിടെയും കൂടെ ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ഫിലിപ്പ് കയറാൻ നിൽക്കുമ്പോൾ മാനേജർ വരികയാണ്. നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നേ, ഞാൻ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ലേ, ഇത്രയൊക്കെ വൃത്തിയാക്കിയാൽ മതി എന്ന് പറയാണ്. അപ്പൊ വീണ്ടും ഫിലിപ്പിന്റെ ഉള്ളിൽ സംശയങ്ങൾ കൂടാൻ തുടങ്ങി. ഇയാൾ എന്തോ ഒന്ന് അവിടെ ഒളിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അന്നേ ദിവസം രാത്രിയായിട്ടോ. രാത്രിയായ സമയത്ത് വാൾട്ടറിനെ കാണിക്കുകയാണ്. ഇയാൾ എന്തൊക്കെയോ ചില മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ചില പച്ചിലകൾ ഇയാളുടെ കയ്യിലുണ്ട്. അതെല്ലാം ഒരു കുപ്പിയിലേക്ക് ഇട്ട് ചില വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ചില ആഭിചാരക്രിയകൾ തന്നെയാണ് ഇയാൾ ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ജൂലി ഉണ്ടല്ലോ, ഇവിടുത്തെ ഫിലിപ്പിന്റെ കൂട്ടുകാരൻ, അവന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും മുകളിൽ ടെറസിൽ വെച്ചിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഫിലിപ്പും മക്കളായിട്ടുള്ള വയലറ്റ്, റോസ് രണ്ടുപേരെയും കൂട്ടി വന്നിരിക്കുകയാണ്. അപ്പൊ വന്ന പാട് തന്നെ പിള്ളേരെ കണ്ടപ്പോൾ റോസ് നേരെ അവരുടെ അടുത്തേക്ക് കളിക്കാൻ പോയി. വയലറ്റ് മാത്രമേ ഇപ്പോൾ ഫിലിപ്പിന്റെ കൂടെയുള്ളൂ. അപ്പൊ ഫിലിപ്പ് ഇപ്പോൾ വയലറ്റിനെ ഈ ജൂലിയുടെ ഫാമിലിക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ല, നിന്റെ രണ്ടാമത്തെ മോൾ എവിടെയെന്ന് ഇപ്പൊ ജൂലി ചോദിക്കുമ്പോൾ അവൾ ആ പിള്ളേരെ കണ്ടപാട് അങ്ങോട്ടേക്ക് പോയി. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫിലിപ്പ് നേരെ റോസിനെ നോക്കിയിട്ട് പോവാണ്. ഇതേ നേരം തന്നെ ഇവിടെ നടക്കുന്ന ഈ ഫംഗ്ഷൻ നേരത്തെ അറിഞ്ഞ വാൾട്ടറിന് നന്നായിട്ട് മനസ്സിലായി ഫിലിപ്പും മക്കളും ഇപ്പൊ ഫിലിപ്പിന്റെ റൂമിലില്ലാന്ന്. അതുകൊണ്ട് തന്നെ വാൾട്ടർ നേരെ പോകുന്നത് ഫിലിപ്പിന്റെ റൂമിലേക്കാണ്. എന്നിട്ട് ചെറിയ പെണ്ണ് റോസ് കിടക്കുന്ന ആ ഒരു ബെഡ് ഉണ്ടല്ലോ, അതിന്റെ അടിഭാഗത്തായിട്ട് അവൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ആ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ പരിപാടിയെല്ലാം അത്യാവശ്യം ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഫിലിപ്പും മക്കളും കൂടെ താഴേക്ക് വരുന്നുണ്ട്. ശബ്ദം കേട്ടപാട് തന്നെ ആ ഒരു ബേസ്മെന്റിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് വേഗം തന്നെ ഈ വാൾട്ടർ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ റൂമിലേക്ക് വന്നു. വയലറ്റ് അവളുടെ കട്ടിൽ കിടന്നു. അതുപോലെ തന്നെ റോസ് അവളുടെ കട്ടിൽ കിടന്നതും അവൾക്ക് വല്ലാത്തൊരു ബോധക്ഷയം പോലെ, വല്ലാണ്ട് ടയർഡ്നെസ്. എന്താ മോളെ പറ്റിയെന്ന് പറഞ്ഞിട്ട് വേഗം റോസിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളുടെ കട്ടിലിനടിയിലൊക്കെ ഇതുപോലെ എന്തോ ഒന്ന് പശ പോലെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അവിടെ ഇടിയായിട്ട് ഇലയുടെ കഷ്ണങ്ങളും കാണുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഫിലിപ്പ് നോക്കുമ്പോൾ വാൾട്ടർ എന്തോ വേസ്റ്റ് സാധനം തള്ളിക്കൊണ്ട് പോവാണ്. അപ്പൊ ഫിലിപ്പിന് ഒരു കാര്യം മനസ്സിലായി, വാൾട്ടർ ഇവിടെ കയറിയിട്ടുണ്ട്. അവനായിരിക്കും ഇമാതിരി പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ടാവുക. പിറ്റേ ദിവസം രാവിലെ തന്നെ വാൾട്ടറിന് ഫിലിപ്പ് കാണുന്നുണ്ട്. ഇനി എങ്ങാനും എന്റെ റൂമിന്റെ ഭാഗത്തേക്ക് വന്നാൽ അടിച്ച് നിന്റെ കണ്ണി ഞാൻ പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് വാൾട്ടറിനോട് വഴക്കിടാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഡാലി അങ്ങോട്ടേക്ക് വരികയാണ്. വെറുതെ വഴക്കുണ്ടാക്കില്ലേ. നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന ഫിലിപ്പിനെയും കൂട്ടിയിട്ട് ഡാലി ഇപ്പോൾ അവളുടെ റൂമിലേക്ക് പോവാണ്. പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവളോട് പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലിപ്പ് അവിടുന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയലറ്റിന്റെ ടീച്ചർ താമസിച്ച ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പുതിയൊരു ടീംസിനെ ഈ മാനേജർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുന്നേ ആ അപ്പാർട്ട്മെന്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫിലിപ്പിനെയും ജൂലിയും അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. അവർ ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ രക്തത്തിൽ ചവിട്ടിയ ഒരു ഷൂവിന്റെ പാട് ഇവർ കാണുകയാണ്. ഇത് കണ്ട് പേടിച്ചു പോയി ഫിലിപ്പ് പറയണ ജൂലിയോ നീ പോയിട്ട് ആ മാനേജർ വിളിച്ചിട്ട് വാന്ന് പറയണം. അങ്ങനെ മാനേജർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇയാൾ കണ്ടപ്പോൾ തന്നെ പറയണം ഇത് വേറെന്തെങ്കിലും ആയിരിക്കും. അവരുടെ കയ്യിൽ ആ ഒരു മഫ് മേടിച്ച് വേഗം തന്നെ മാനേജർ അത് ക്ലീൻ ചെയ്ത് കളയാണ്. വെറുതെ ആവശ്യമില്ലാത്ത വള്ളി നമ്മൾ പിടിക്കാൻ നിൽക്കണ്ടെന്ന് പറയാണ്. എന്നിട്ട് മാനേജർ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിലിപ്പിന് നല്ല സംശയം, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടോ ഇവിടെ നടക്കുന്ന എല്ലാ സംഭവത്തിന്റെ പിന്നിൽ ഇയാളാണോ എന്ന്. ഒരു കാരണവശാലും ആ ഒരു മെക്കാനിക്കൽ റൂമിലേക്ക് ഇയാൾ കയറാൻ പാടില്ല എന്ന് പറയുന്നില്ലേ, നമുക്കൊന്ന് നോക്കിയാലോ അതിന്റെ ഉള്ളിൽ. അങ്ങനെ ഫിലിപ്പും ജൂലിയ രണ്ടുപേരും കൂടെ ആ റൂമിലേക്ക് കയറി ചെന്ന് നോക്കുന്നുണ്ട്. എന്നാൽ അസ്വാഭാവികമായിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ മാനേജറുടെ മറ്റൊരു കള്ളത്തരം ഇവർക്ക് അവിടെ വെച്ച് കാണാൻ പറ്റി. അതായത് അറിയാതെ ഫിലിപ്പ് അവിടെ ഉണ്ടായിരുന്ന തുണിയെല്ലാം കൊളുത്തിരുന്ന ഹാങ്കർ പോലത്തെ ഒരു സംഭവമുണ്ട് ചുമരിലെല്ലാം വെക്കുന്നത്, അതിൽ കൈ വെച്ച സമയത്ത് അത് പോയി കയ്യിലേക്ക് വരികയാണ്. നോക്കുമ്പോൾ അവിടെ ഒരു ഹോളായിരുന്നു. ആ ഹോളിലൂടെ നോക്കിയ സമയത്ത് കാണാൻ പറ്റിയത് സ്ത്രീകളുടെ ഈ വസ്ത്രമെല്ലാം മാറുന്ന സ്ഥലം ഉണ്ടല്ലോ, അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ആളുകളെ കാണാതാവുന്നതിൽ മാനേജർക്ക് വലിയ പങ്കൊന്നുമില്ല. ഇതുപോലൊരു കഴപ്പിന്റെ അസുഖം മാത്രമേ മാനേജർക്കുള്ളൂ. ഇതേ നേരം തന്നെ നമ്മുടെ വയലറ്റ് ലിഫ്റ്റിലൂടെ പോകുന്ന സമയത്ത് ആ ലിഫ്റ്റിലെ വിഷയം അതുപോലെ തന്നെ വാൾട്ടർ നിരീക്ഷിക്കുന്നുണ്ട്. പിന്നീട് താഴേക്ക് വന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അവള് ലോക്ക് ചെയ്യാതെ ലോക്കായി പോകുന്നുണ്ട്. അസ്വാഭാവികമായിട്ട് ഇതിലിങ്ങനെ നടക്കുന്നുണ്ട് തന്നെ പേടിച്ച് വയലറ്റ് ഏറ്റവും താഴത്തെ ബേസ്മെന്റിൽ തന്നെ വന്ന് ഇറങ്ങുകയാണ്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഒരാൾ വരുന്നുണ്ട്. അത് വാൾട്ടർ തന്നെയായിരുന്നു. വാൾട്ടർ ഓടി വന്ന് ആ ഇരുട്ടിൽ അവളോട് പറയുന്നുണ്ട്, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിൽക്കാൻ പാടില്ല എന്ന് ഭയങ്കര അഘോരമായ ഒരു ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് നേരെ പാവം വയലറ്റിന്റെ അരികിലേക്ക് അയാൾ ഓടി വരികയാണ്. പേടിച്ച് വിറച്ച് വയലറ്റ് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. അവസാനം ഫിലിപ്പിന്റെ അടുത്തേക്ക് എത്തുകയാണ്. വയലറ്റിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കേട്ടോ. അച്ഛാ നിങ്ങൾ എന്നെ ഏത് സ്ഥലത്താ കൊണ്ടുകെട്ടിരിക്കുന്നത്, അയാൾ എന്നെ ഇപ്പൊ കൊന്നേനെ, പാവം എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നും വരില്ലായിരുന്നു. ഇതും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ വയലറ്റ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതുകൂടി ആയപ്പോൾ ഫിലിപ്പിന് ഭ്രാന്ത് തലക്ക് പിടിച്ചു. ഇയാൾ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും ഒരു പണി കൊടുത്തേ മതിയാവുള്ളൂ. അതിനായിട്ട് തന്നെ ഫിലിപ്പും ജൂലിയും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതായത് ആ മുത്തശ്ശി ഉണ്ടല്ലോ മിസ്സിസ് ഗ്രേ, അവർക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ഒരു നടക്കാൻ ഉപയോഗിക്കുന്ന വടി അതിപ്പോഴും റൂമിലുണ്ട്. മിക്കവാറും ഇവിടെ നടന്ന കാര്യത്തിന്റെ പിന്നിലൊക്കെ വാൾട്ടർ ആയിരിക്കും. അപ്പൊ അവനെതിരെ ഒരു തെളിവുണ്ടാക്കണം. ആ വടി പൊട്ടിച്ച് അതിന്റെ ഒരു കഷ്ണം ഇപ്പോ ഫിലിപ്പും ജൂലിയും കൂടിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് വാൾട്ടറിന്റെ റൂമിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. പിന്നീട് പോലീസിനോട് വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന ഓരോ മിസ്സിംഗ് കേസിന്റെ പിന്നിലും വാൾട്ടർ ആണ്. പേര് പറയാതെയാണ് ഫിലിപ്പ് ഈ കാര്യം പോലീസിനോട് വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ ആ റൂമിൽ കയറിയപ്പോൾ വാൾട്ടറിന്റെ റൂം ഭയങ്കര വ്യത്യസ്തമായിരുന്നു കേട്ടോ. അവിടെ വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതെന്താ ഇയാൾ ഇവിടെ വെച്ച് ചെയ്യുന്നതെന്ന് ഫിലിപ്പിനും ജൂലിക്കും മനസ്സിലാവുന്നേയില്ല. എന്തായാലും അവർ കൊടുത്ത പണി അത് ഏറ്റിട്ടുണ്ട്. അധികം വൈകാതെ പോലീസ് ഇങ്ങോട്ടേക്ക് വന്നു. വാൾട്ടർ അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോവാണ്. എന്തായാലും വാൾട്ടറിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഫിലിപ്സിന് സമാധാനമായത്.
ചെയ്തത്. പിന്നീട് അന്നേ ദിവസം രാത്രി നമ്മുടെ ഫിലിപ്സ് ഡാലിയുമായിട്ട് ടെറസിൽ പോയിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്. എങ്ങനെയാണ് അവന്റെ ഭാര്യ മരിച്ചുപോയത് എന്ന് വരെ പറയുന്നുണ്ട്. അവരുടെ വീടിനെ പെട്ടെന്ന് ഒരു ദിവസം തീ പിടിച്ചു. തീ പിടിച്ച സമയത്ത് വയലറ്റ് വീടിന്റെ പുറത്തായിരുന്നു. അവൾക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഭാര്യയും ചെറിയ മകളായിട്ടുള്ള റോസും വീടിനുള്ളിൽ പെട്ടുപോയി. ഞാൻ കഷ്ടപ്പെട്ട് അതിന്റെ ഉള്ളിൽ കയറിയെങ്കിലും എനിക്ക് റോസിനെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ എന്ന് എന്റെ മൂത്ത മകള് വയലറ്റ് വിചാരിക്കുന്നത് അവളുടെ അമ്മയെ കൊന്നത് ഞാനാണെന്നാ. ഞാൻ ഒന്നുകൂടെ വിചാരിച്ചിരുന്നെങ്കിൽ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊക്കെയാ അവള് പറയുന്നത്. അവൾക്ക് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ എന്നോട് ദേഷ്യമുണ്ട്. അവൾക്ക് എന്നോട് എന്തോ സ്നേഹമില്ലാത്തതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഡാലി ഇപ്പോ നമ്മുടെ ഫിലിപ്സിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ പിറ്റേ ദിവസം ഇടുത്തി വീണതുപോലെ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി വാൾട്ടറിനെ പോലീസുകാർ വിട്ടയക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് വലിയ തെളിവൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ. അതുപോലെ ഈ അപ്പാർട്ട്മെന്റ് ഇവിടെ നിന്ന് കാണാതായ ബാക്കിയുള്ള ആൾക്കാർ അവരിലേക്ക് എത്തിക്കുന്ന യാതൊരു തെളിവും വാൾട്ടർ വഴി പോലീസുകാർക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ എന്തിനാ അവനെ വെറുതെ ജയിലിലിടുന്നത്? എന്തായാലും വാൾട്ടർ തിരിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭയന്നത് ഫിലിപ്പായിരുന്നു. ഇനി രണ്ട് മക്കളെയും സൂക്ഷിച്ചു നോക്കണം, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തു കളയും. അതുകൊണ്ട് ഫിലിപ്പ് എന്ത് ജോലി ചെയ്താലും കൂടെ തന്നെ വയലറ്റിനെയും റോസിനെയും കൂടെ ഇരുത്തിയിട്ടേ ചെയ്യുള്ളൂ. ഇതേ നേരം വാൾട്ടറിനെ നോക്കുകയാണെങ്കിൽ സ്ഥിരം പരിപാടി തന്നെ. എന്തൊക്കെയോ ചില ആഭിചാര ക്രിയകൾ, അതിന്റെ കൂടെ തന്നെ അന്ന് ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു മിശ്രിതം അത് വീണ്ടും ഉണ്ടാക്കുകയാണ് ഈ വാൾട്ടർ. ഇതേ നേരം തന്നെ നമ്മുടെ ഫിലിപ്പ് ആണെങ്കിൽ അവിടെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ ജോലിയുണ്ട്. ഇപ്പൊ മുകളിൽ നിന്ന് ഒരു ലേഡി താഴേക്ക് വന്നിട്ട് അവരുടെ റൂമിൽ എന്തോ പ്ലംബിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് പറയണം. അത് നന്നാക്കാൻ വേണ്ടി നമ്മുടെ ഫിലിപ്പിനോട് പോകാൻ പറയണം. എന്നാൽ ജോലിയോട് പോയിക്കൊന്ന് ഫിലിപ്പ് പറയുന്നുണ്ട്. എന്നാൽ ആ ലേഡി പറയണം, അല്ല ഫിലിപ്പ് നീ തന്നെ പോയാൽ മതി എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് ഫിലിപ്പ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്നതിന് മുന്നേ രണ്ട് മക്കൾ അവിടെ തന്നെ ഉണ്ട്, അതായത് വയലറ്റും റോസും. അവര് നോക്കാൻ വേണ്ടി ജൂലിയെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് ഫിലിപ്പ് അവിടുന്ന് പോവാണ്. ശരിക്കും ആ ലേഡി താഴേക്ക് വന്നത് തന്നെ നമ്മുടെ ജൂലിയുമായിട്ട് ഒന്ന് മറ്റേ പരിപാടിക്ക് തന്നെ. അതിനുവേണ്ടി ഫിലിപ്പിനെ നന്നായിട്ട് ഒഴിവാക്കിയതാണ്. പക്ഷേ ജൂലിയെ പിള്ളേരെ നോക്കുമെന്ന വിശ്വാസത്തിലാണ് ഫിലിപ്പ് മുകളിലേക്ക് പോയത്. ഇപ്പൊ ആ ലേഡി വന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് ജൂലിയെ പോകുന്നുണ്ട്. ഇതേ നേരം ഒറ്റയ്ക്കിരിക്കുന്ന വയലറ്റിനെയും റോസിനെയും CCTVയിലൂടെ വാൾട്ടർ നിരീക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ നേരം തന്നെ ഫിലിപ്പ് ജോലിയെല്ലാം കഴിഞ്ഞ് നേരെ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോൾ അതിനുള്ളിലായിട്ട് അന്ന് കണ്ടതുപോലെയുള്ള ഇലയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കണ്ടു. അതോടെ ഫിലിപ്പിന് മനസ്സിലായി വീണ്ടും വാൾട്ടർ അവന്റെ പരിപാടി തുടങ്ങിയെന്ന്. ആകെ ഭയന്ന് വിളിച്ചുകൊണ്ട് ഫിലിപ്പ് താഴെ കൂടി വന്ന് നോക്കുമ്പോൾ വയലറ്റ് അവിടെ തന്നെയുണ്ട്. പക്ഷെ റോസിനെ കാണാനില്ല. അവളെവിടെ പോയി? റോസിനെ തിരഞ്ഞുകൊണ്ട് ഫിലിപ്പ് ഇറങ്ങാണ്. എന്നാൽ ഒറ്റയ്ക്ക് വയലറ്റിനെ ഇരുത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂടെ തന്നെ വയലറ്റിനെയും കൂട്ടുന്നുണ്ട്. അതായത് റോസി എപ്പോഴും പോയി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, ആ ഫർണസ്. അതിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീ, അതിലേക്ക് തന്നെ അവൾ നോക്കി നിൽക്കും. കാരണം അവളുടെ അമ്മ ഇതുപോലൊരു തീപിടുത്തത്തിലാണല്ലോ മരിച്ചത്. ആ ഓർമ്മയിൽ അല്ലെങ്കിൽ ആ ഒരു ഷോക്കിൽ അവൾ തീ കാണുമ്പോൾ എപ്പോഴും അതിലേക്ക് നോക്കി നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് ആ ഫർണസിന്റെ ഭാഗത്തേക്ക് അവൾ പോയി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പ് അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ റോസിനെ കണ്ടില്ല. പകരം ആ ഫർണസിനരിയിൽ വാൾട്ടർ നിൽക്കുകയാണ്. അതിനു പുറമെ ആ ഫർണസിന്റെ ഉള്ളിലേക്ക് എന്തോ ഒന്നിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് എന്തൊക്കെയോ ചില ആഭിചാര ക്രിയകൾ ചെയ്തുകൊണ്ടുള്ള മന്ത്രങ്ങളും. ഇത് കണ്ടപാട് തന്നെ ഫിലിപ്പിന് മനസ്സിലായി റോസിനെ അവൻ എന്തോ ചെയ്തു കഴിഞ്ഞു. അവനെ പിടിച്ചടിക്കുകയാണ്. എവിടെ എന്റെ മോളെന്ന് ചോദിച്ചിട്ട്. അവസാനം ഫിലിപ്പിന്റെ ദേഷ്യം കൊണ്ടുള്ള ആ അടി കാരണം ഉണ്ടല്ലോ, ഇയാളുടെ ബോധം തന്നെ പോവാണ്. ചിലപ്പോൾ മരിച്ചും പോയിട്ടുണ്ടാവും. അവന്റെ കയ്യിലേക്ക് ആകെ രക്തമായി. ഇത് കണ്ട് വല്ലാണ്ട് പേടിച്ചു പോയി ആര് വയലറ്റ് പിന്നീട് അവിടെ നിന്നില്ല കേട്ടോ. അവൾ അവിടെ ഓടുകയാണ്. നേരെ പോയിട്ട് ഡാലി ഉണ്ടല്ലോ അവളുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഫിലിപ്പിന് ഭയങ്കര ടെൻഷൻ. ദേഷ്യത്തിൽ ഒരുത്തിനെ അടിച്ച് കൊന്നല്ലോ. അപ്പൊ ആ ഒരു ചോരയെല്ലാം കയ്യിലായിട്ടുണ്ട്. ആ ചോര കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റോസ് അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛാന്ന് വിളിച്ചുകൊണ്ട്. റോസിനെ കണ്ടപ്പോ ഫിലിപ്പ് ഞെട്ടാണ്ടിരിക്കോ? ഞെട്ടിപ്പോയി. കാരണം ഒരാവശ്യമില്ലാതെ ഒരുത്തിനെ അവിടെ കൊന്നു വെച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് പോലും ഫിലിപ്പിന് തിരിയുന്നില്ല. റോസിനോട് മോൾ എവിടെയാ പോയി ചോദിച്ചപ്പോ എനിക്കറിയില്ല അച്ഛാ, ഏതോ ഒരുത്തിന് എന്നെ പിടിക്കാൻ വന്നു, ഞാൻ പേടിച്ച് ഓടുകയായിരുന്നു, നമുക്കിനി ഇവിടെ നിൽക്കണ്ട അച്ഛാ, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോവാന്ന് പറയാണ്. ഇതേ സമയം ഒരു പെണ്ണുമായിട്ട് മറ്റേ പരിപാടിക്ക് പോയില്ലേ ജൂലിയോ, അവനിപ്പോ തിരിച്ചു വന്ന് നോക്കുമ്പോ റൂമിൽ വയലറ്റിനെയും കാണാനില്ല, റോസിനെയും കാണാനില്ല. കുട്ടിയോടെ പോയി കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ പരുത്തുന്ന സമയത്ത് മറ്റേ ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ മിസ്സിസ് ഗ്രേ, അവരുടെ ആ ഒരു പട്ടി ഇപ്പോ ഫിലിപ്പിന്റെ റൂമിലാണല്ലോ. അതിപ്പോഴും ആ ഒരു കൂട്ടിലാണ്. അത് വെറുതെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ വെറുതെ ഇതിനെ പൂട്ടിയിട്ടേന്ന് വിചാരിച്ചിട്ട് ജോലിയോ അതിന്റെ ആ ഒരു കൂടൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പിള്ളേർ കളിക്കാൻ ഉപയോഗിക്കുന്ന മരത്തിന്റെ ചെറിയൊരു വീടുണ്ട്. അതിനുള്ളിൽ വെച്ച് ഒരു ബോൾ ഈ ജൂലിയക്ക് കെട്ടുന്നുണ്ട്. ഈ ബോൾ ഇതിനു മുന്നേ ജൂലി എവിടെയോ കണ്ടിട്ടുണ്ട്. അത് തന്നെ ട്രാവിസ്, ആ പയ്യന്റെ കയ്യിൽ ഇതേ ബോൾ ജൂലിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഫിലിപ്പ് ജൂലിയനെ വിളിക്കുന്നത്. ജൂലിയോ അബദ്ധം പറ്റിപ്പോടാ, ഞാൻ ആ ഒരു വാൾട്ടറെ കൊന്നു കളഞ്ഞു, നീ ഒന്നിങ്ങോട്ടേക്ക് വാ, ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറയണേ. പെട്ടെന്ന് തന്നെ ജൂലി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം ഈ അപ്പാർട്ട്മെന്റിന്റെ മാനേജർ ഉണ്ടല്ലോ, ഇയാളുടെ അടുത്തേക്ക് അവിടുത്തെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു ലേഡി വന്നിട്ട് സാറേ ഈ സാധനങ്ങളൊക്കെ നോക്കിയേ, ഡോക്യുമെന്റ്സിൽ വല്ലാത്തൊരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാനേജറുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ എന്താണ് ആ പ്രശ്നം എന്ന് നമ്മളിപ്പോ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഫിലിപ്പ് ജൂലിയും വിളിച്ചിട്ട് താഴെ വാൾട്ടർ വീണ് എടുക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. എന്നാൽ അവിടെ വാൾട്ടറിന്റെ ബോഡി കാണുന്നില്ല. ഫിലിപ്പ് പറയണേ, എടാ ഞാൻ ഇവിടെ തന്നെ കണ്ടായിരുന്നു, അല്ല അവന് ഞാൻ അടിച്ചിട്ടത് ഈ ഭാഗത്താണ്, പക്ഷേ ഇപ്പൊ എവിടെ പോയിന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ നേരത്ത് ജൂലിയോ ഫിലിപ്പിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ലടാ കാണാതായി പോയ ആ ഒരു ചെറുക്കനുണ്ടല്ലോ ട്രാവിസ്, അവന്റെ കയ്യിൽ എപ്പോഴും കാണാറുള്ള ആ ഒരു ബോൾ ഇല്ലേ, അതെങ്ങനെയാ നിന്റെ റൂമിൽ വന്നത്? ഇത് കേട്ടപ്പോ ഫിലിപ്പ് ആകെ അത്ഭുതത്തില് എന്റെ റൂമിൽ നിന്ന് ബോൾ കിട്ടിയെന്നോ? അതെ നിന്റെ റൂമിൽ നിന്നാണ് ഈ ഒരു ബോൾ കിട്ടിയത്. ഇതേ നേരം ഇവരുടെ അടുത്തേക്ക് റോസ് വരുന്നുണ്ട്. റോസ് ഇപ്പോ ഫിലിപ്പിനെ അച്ഛാന്ന് വിളിക്കുകയാണ്. അപ്പൊ ആ റോസിനെ കണ്ടപാടിന് ജൂലി ചോദിക്കുകയാണ്, ഇതേതാ ഈ പെണ്ണ്, നിന്നെ കണ്ടിട്ടില്ലല്ലോ, നീ എന്തിനാണ് ഫിലിപ്പിനെ അച്ഛാന്ന് വിളിക്കുന്നത്? ഇത് കേട്ട സമയത്ത് റോസ് ഒന്ന് ചിരിച്ചുകൊണ്ട് പറയാണ്. അതും ജൂലിയുടെ മുഖത്ത് നോക്കിയിട്ട്, ഒരാൾ എന്നെ
കാണാൻ നേരമായാൽ അയാൾ എന്തായാലും എന്നെ കാണും. അതിനർത്ഥം നിന്റെ സമയമായി എന്നാണ്. ഇത് കേട്ട ജൂലി ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. എന്തായാലും നിന്റെ സമയം നമുക്കൊന്ന് നോക്കിക്കളയാന്ന് പറഞ്ഞിട്ട് റോസ് ഒരു വല്ലാത്ത രീതിയിൽ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കളിപ്പാട്ടുണ്ടല്ലോ, ജോക്കറിന്റെ മുഖമുള്ള, അതിനുള്ളിൽ കുറച്ച് ബോളുകളുള്ള ആ കളിപ്പാട്ടം വെച്ച് അതിൽ ആ ഒരു ബോളുകൾ അത് കറക്റ്റ് കുഴിയിലേക്ക് വീഴ്ത്തിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അച്ഛാ സമയമായി, ഇവനെ കൊന്നു കളഞ്ഞേക്കെന്ന് പറയണം. ഇത്രയും നേരം പാവം പോലെ തോന്നിയ ഫിലിപ്പിന്റെ ആ ആറ്റിറ്റ്യൂഡ് തന്നെ പൂർണ്ണമായിട്ടും മാറുന്നുണ്ട്. മാത്രമല്ല ആ കത്തി ഉപയോഗിച്ച് ജൂലിയുടെ കഴുത്തിൽ കുത്തി കയറ്റി അവന്റെ കഴുത്ത് തന്നെ വലിച്ചു പൊളിക്കുകയാണ്. അവന്റെ മുഖം തന്നെ ആകെ മാറിപ്പോയിട്ടുണ്ട്. ഇതേ സമയത്ത് ഫിലിപ്പ് ഇപ്പോ റോസിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മോളെ, ഈ ജൂലി എന്റെ കൂട്ടുകാരനല്ലേ, എന്തിനാ എന്റെ കൈകൊണ്ട് അവനെ കൊല്ലിച്ചത്? ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ഒരു സൈക്കോയെ പോലെ റോസ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അച്ഛാ, നമ്മുടെ രഹസ്യമൊക്കെ അവൻ മനസ്സിലാക്കിയെന്നാ തോന്നേ, അപ്പൊ അവനെ നമ്മൾ കൊല്ലണ്ടേ? എന്തെവിടെയും നടക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. അതായത് അടുത്ത സീനിൽ കാണിക്കുന്നത് ഡാലിയുടെ അടുത്തേക്ക് പോയ വയലറ്റ് ആണ്. അച്ഛന്റെ ആ ഒരു ഭ്രാന്തെല്ലാം കണ്ട് ആകെ പേടിച്ച് ഡാലിയുടെ അടുത്തേക്ക് വയലറ്റ് പോയായിരുന്നു. അവിടെ എത്തി വയലറ്റ് ഒന്ന് കൂളായ സമയത്ത് അവളുടെ അനിയത്തിയുടെ കാര്യമൊക്കെ ഇപ്പൊ ഡാലിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനിയത്തിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതായത് റോസിന്റെ ഫോട്ടോ. ഏകദേശം ഈ വയലറ്റിനെ പോലെ തന്നെയാണ് റോസിനെ കാണാനും. മാത്രമല്ല ഈ ഫോട്ടോ എല്ലാം അവള് മരിക്കുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോസ് ആണ് എന്ന് പറഞ്ഞ സമയത്താണ് മച്ചന്മാരെ ട്വിസ്റ്റ് ഇവിടെ കാണുന്നത്. അതായത് ഈ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന സമയത്ത് വയലറ്റിനെ അല്ലാതെ റോസിനെ ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഡാലിയോട് ഫിലിപ്പ് ഒരു വട്ടം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു 14 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും അതുപോലെ തന്നെ ചെറിയൊരു കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു, അവരെ കണ്ടായിരുന്നു എന്ന്. ഫിലിപ്പ് ആ പറഞ്ഞ കാര്യത്തിലും ഇപ്പൊ വല്ലാണ്ട് ഡാലിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം എന്താണെന്നറിയോ, വയലറ്റ്, റോസ് ഇവര് രണ്ടുപേരും ചേച്ചിയും അനിയത്തിയും ഒന്നുമല്ല, രണ്ടുപേരും ഇരട്ടകളാണ്. 7 വർഷം മുന്നേ വയലറ്റിന്റെ കൂടെ ജനിച്ച അവളുടെ സഹോദരി റോസ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല അല്ലെ? കഥ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ വ്യക്തത വന്നോളൂ. ഇതിനുശേഷം കാണിക്കുന്നത് മാനേജറെയാണ്. കയ്യിൽ എന്തൊക്കെയോ ചില സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുമായിട്ട് നേരെ ഫിലിപ്പിനെ കാണാൻ വേണ്ടിയാ ചെല്ലുന്നത്. കാരണം എന്താണെന്നോ, ഫിലിപ്പ് എന്ത് പറഞ്ഞാണ് ഇവിടെ ജോലിക്ക് കയറിയത്? അവനൊരു എക്സ് പോലീസ് ഓഫീസർ ആണെന്ന് പറഞ്ഞിട്ടല്ലേ? എന്നാൽ ഡോക്യുമെന്റ്സ് എല്ലാം വിശദമായിട്ട് ഡോക്യുമെന്റ് പരിശോധിക്കുന്ന ആ ലേഡി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഫിലിപ്പ് പോലീസുകാരനല്ല, നുണ പറഞ്ഞിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ് അവൻ ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി ഫിലിപ്പിന്റെ അടുത്തേക്ക് മാനേജർ ചെന്നു. അപ്പോൾ മാനേജർ കാണുന്ന കാര്യം എന്താ, കൊന്നു വെച്ചിരിക്കുന്ന ജോലിയോ, അവനെ കത്തിക്കാൻ ആ ഒരു ഫർണസിന്റെ ഉള്ളിലേക്ക് ഇടാൻ നിൽക്കുന്ന ഫിലിപ്പ്. ഇത് കണ്ടപാട് തന്നെ മാനേജർ നിക്കറിൽ മുള്ളിപ്പോയി എന്ന് പറയാലോ, അയാൾ തിരിഞ്ഞു ഓടുകയാണ്. അതേ നേരത്ത് ഇപ്പൊ ഫിലിപ്പിന്റെ കൂടെ ഇരിക്കുന്ന ഈ റോസ് പറയാണ്, അച്ഛാ അയാളും നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, കൊന്നേക്കെന്ന് പറയാം. അല്ലെ എന്താണ് ഈ റോസ്, അവള് മരിച്ചതല്ലേ, പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അതിലൊരു വ്യക്തത വരാനുണ്ടല്ലേ? അതായത് വീണ്ടും നമ്മുടെ വയലറ്റിനെയും ഡാലിയും കാണിക്കുകയാണ്. വയലറ്റിനോട് വീണ്ടും ഡാലി ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വയലറ്റിന്റെ മറുപടി, അതായത് വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മ മരണപ്പെട്ടു പോയല്ലോ ഒരു തീപിടുത്തത്തില്, അതിൽ അമ്മ മാത്രമായിരുന്നില്ല മരിച്ചു പോയത്, വയലറ്റിന്റെ സഹോദരിയും ആ ഒരു തീപിടുത്തത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ കാര്യമെല്ലാം വയലറ്റ് നമ്മുടെ ഡാലിയോട് പറയുന്ന സമയത്ത് ഡാലിക്ക് ആകെ തല കറങ്ങുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നേ? വന്നപ്പം മുതൽ ഫിലിപ്പ് 2 മക്കളുണ്ട്, ഒരാൾ താഴെയുണ്ട്, ഒരാൾക്ക് 7 വയസ്സേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ മരിച്ചൊരു പെൺകുട്ടിയെ കുറിച്ചാണോ അവനിങ്ങനെ പറയുന്നത്? ഇപ്പൊ വയലറ്റ് പറയണ, ആ ചേച്ചി, അതാണ് എന്റെ ഏറ്റവും വലിയ തലവേദന. ഇതാണ് കഥയിലെ പ്രധാന ട്വിസ്റ്റും. അതായത് റോസ് പണ്ടേ 7 വർഷം മുന്നേ മരിച്ചുപോയി. എന്നാൽ മരിച്ചുപോയ റോസ് ഇപ്പോഴും കൂടെ ഉണ്ട് എന്നാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. അവളെ അച്ഛന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു അത്ഭുതം കൂടെ നടന്നു ഞാൻ ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വന്നപ്പോ. അതായത് താഴത്തെ ഫർണസ് ഒക്കെ നോക്കുന്ന ആ ആളുണ്ടല്ലോ, വാൾട്ടർ, അയാൾക്കും എന്റെ അനിയത്തി റോസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇതെന്താ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ? എന്നാൽ ഇതേ നേരം തന്നെ താഴെ മാനേജർ ഉണ്ടല്ലോ, അയാൾ ആകെ ഭയന്ന് ഓടുന്ന സമയത്ത് ഇയാളുടെ തൊട്ട് മുന്നിലേക്ക് റോസ് വന്ന് നിൽക്കുകയാണ്. ഈ മനുഷ്യനും ഈ മാനേജറും ആദ്യമായിട്ടാണ് റോസിനെ കാണുന്നത്. അയാളുടെ മുന്നിൽ റോസ് നിൽക്കുമ്പോൾ അവളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു പസിൽ ഗെയിം ഉണ്ടല്ലോ, അതിങ്ങനെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കറക്റ്റ് ആയിട്ട് ആ ഒരു ബോളുകൾ അതിന്റെ ഹോളിൽ വീഴ്ചയാണ്. അതോടൊപ്പം തന്നെ ആ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക്കും പ്ലേ ആവുന്നുണ്ട്. അതായത് മാനേജറുടെ സമയവും ആയിട്ടുണ്ട്. ഇപ്പൊ ഇയാളുടെ പിന്നാലെ വന്ന ഫിലിപ്പ് ഒരു ചുറ്റിക വെച്ച് അയാളുടെ തലയെ മട്ടിച്ച് പൊളിച്ചു കളയാണ്. അതായത് ഫിലിപ്പിന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്ന റോസ് ഉണ്ടല്ലോ, അത് ശരിക്കും മനുഷ്യത്തിയല്ല, അതൊരു പ്രേതമാണ്, ഒരു ആത്മാവാണ്. എന്നാൽ ട്വിസ്റ്റ് ഇവിടെ കൊണ്ടും തീരുന്നില്ല കേട്ടോ. കാരണം അങ്ങ് മുകളിൽ വെച്ച് വയലറ്റ് ഡാലിയോട് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വയലറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ റോസിന്റെ ആത്മാവിനും മനസ്സിലാവുന്നുണ്ട്. അതായത് വയലറ്റ് ഡാലിയോട് ഒരു സ്വകാര്യം പോലെയാണ് പല കാര്യങ്ങളും പറയുന്നത്. ചേച്ചി, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരോടും പറയരുത് കേട്ടോ. അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ എന്റെയും റോസിന്റെയും 7ാമത്തെ ബർത്ത്ഡേ, അവർ രണ്ടുപേരും ട്വിൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ബർത്ത്ഡേയും ഒരേ ദിവസമായിരിക്കും. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കുന്ന ദിവസം എന്തോ വല്ലാത്തൊരു കുരുത്തക്കേട് റോസ് കളിച്ചു. അവളുടെ ഓവർ കുരുത്തക്കേട് കാരണം തന്നെ അമ്മ അവളെ ചെറുതായിട്ടൊന്ന് അടിച്ചു കേട്ടോ. ആ ദേഷ്യത്തിൽ റോസ് ആണ് അന്ന് വീടിന് തീ വെച്ചത്. അങ്ങനെ വീടിന് തീ പിടിച്ചാണ് ഞങ്ങളുടെ അമ്മ മരിച്ചുപോയത്. അവളാണ് വീടിന് തീ വെച്ച് എന്നുള്ള കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞു. അതിൽ ദേഷ്യം വന്ന അച്ഛൻ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അവളുടെ കഴുത്ത് പിടിച്ച് ഒരു ടേറ് കൊടുത്തു. അങ്ങനെയാണ് ശരിക്കും എന്റെ അനിയത്തി റോസ് മരണപ്പെട്ടു പോകുന്നത്. അന്നു മുതൽ എന്റെ അച്ഛന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധമാണ്. എന്റെ മോളെ ഞാൻ കൊന്നില്ലേ 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 എന്നുള്ള ആ ഒരു മാനസിക വിഭ്രാന്തി അയാളുടെ ഉള്ളിൽ വല്ലാണ്ട് അങ്ങോട്ട് കയറിപ്പോയിരുന്നു. അത്രയും കാര്യങ്ങളെ മകളായിട്ടുള്ള വയലറ്റിനെ അറിയുള്ളൂ. എന്നാൽ അതിലുപരിയായിട്ട് ഇവിടെ നടന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഫിലിപ്പിന് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം വന്നതോട് കൂടിയിട്ട് ആ
കുറ്റബോധം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ റോസ് മരിച്ചു കഴിഞ്ഞു അവളുടെ ആത്മാവ് വന്നു. ആ ആത്മാവിന് ഫിലിപ്പിനെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റി. ജീവനുള്ളപ്പോഴേ റോസിന് ഭയങ്കര കുരുത്തക്കേടും ഒരു ക്രൂര മനസ്സുമായിരുന്നു. ആ പെണ്ണ് മരിച്ച് അതിന്റെ ആത്മാവ് തിരിച്ചു വന്നപ്പോഴും അതേപോലെ തന്നെ ആ ആത്മാവ് പിന്നീട് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഫിലിപ്പിനെ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്തു. എന്താണോ റോസിന്റെ ആത്മാവിന് വേണ്ടത് അതെല്ലാം ഫിലിപ്പ് ചെയ്തു കൊടുത്തു. അതുപോലെ റോസിന്റെ ആത്മാവ്, ആ ആത്മാവിന് ഏറ്റവും പകയുള്ളത് അവളുടെ ഇരട്ട സഹോദരിയായിട്ടുള്ള വയലറ്റിനോടാണ്. കാരണം അവളാണല്ലോ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത്, റോസ് ആണ് വീടിന് തീ വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് മരിച്ചുപോയ റോസിന്റെ ആത്മാവിന് ഏറ്റവും കൂടുതൽ പക വയലറ്റിനോടാണ്. അതുകൊണ്ട് വയലറ്റിനോട് ആരൊക്കെ സ്നേഹം കാണിക്കുന്നു അവരെയെല്ലാം റോസിന്റെ ആത്മാവ് ഫിലിപ്പിനെ കൊണ്ട് അവരെ കൊല്ലിച്ചു കളയും. ഉദാഹരണത്തിന് സിനിമയുടെ ആരംഭത്തിൽ ആ ഒരു ടീച്ചറെ കണ്ടില്ലേ? ടീച്ചർ പരീക്ഷ പേപ്പർ നോക്കുന്ന സമയത്ത് വയലറ്റ് തോറ്റിട്ടും അവൾക്ക് മാർക്ക് ഇട്ട് കൊടുത്ത് അവളെ വിജയിപ്പിച്ചില്ലേ? കാരണം ടീച്ചർക്ക് അത്രയും സ്നേഹമായിരുന്നു വയലറ്റിനോട്. അതുകൊണ്ട് അന്ന് രാത്രി ആ വീട്ടിലേക്ക് വന്ന്, അതായത് അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അവരെ കൊന്നു കളഞ്ഞത് മറ്റാരുമല്ല, ഫിലിപ്പാണ്. എന്തിനു വേണ്ടി? റോസിന്റെ ആത്മാവ് പറഞ്ഞതുകൊണ്ട്. എന്നിട്ട് ആ ഒരു കൊലപാതകം ചെയ്തിട്ടാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് അവര് വന്നത് തന്നെ. ഇവിടെ വന്നതിന് ശേഷം വയലറ്റുമായിട്ട് കൂടുതലായിട്ട് അടുത്തത് ട്രാവിസ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവനെ കൊന്നത് അത് മറ്റാരുമല്ല, റോസിന്റെ ആത്മാവ് പറഞ്ഞ് ഫിലിപ്പാണ്. പിന്നെ ആ ഒരു മുത്തശ്ശി മിസ്സിസ് ഗ്രേ ഉണ്ടല്ലോ, അവരെ കൊന്നു കളഞ്ഞത് ഫിലിപ്പ് തന്നെ. എന്തിനാണ്? മുത്തശ്ശിക്കല്ല സ്നേഹം വന്നത്. മുത്തശ്ശിയുടെ ആ ഒരു നായയ്ക്ക് വയലറ്റിനോട് കൂടുതൽ ഒരു അടുപ്പം വന്നപ്പോൾ മുത്തശ്ശിയും ആ രീതിയിൽ അവളോട് സംസാരിച്ചു. അത് റോസിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മിസ്സിസ് ഗ്രേ ആ മുത്തശ്ശിയെയും റോസിന്റെ ആത്മാവ് കൊന്നു കളഞ്ഞു. ഒരു പരിധി വരെ ഈ കാര്യങ്ങളൊക്കെ വയലറ്റിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൾ ആരോടും സ്നേഹം കാണിക്കാത്തത്. നല്ല രീതിയിൽ ആരോടും അവൾ സംസാരിക്കില്ല. കാരണം വയലറ്റ് ആരെയൊക്കെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ആരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നു ആ ആളുകളെ മുഴുവനും അവളുടെ സഹോദരിയുടെ ആത്മാവ്, അതായത് റോസിന്റെ ആത്മാവ് കൊന്നുകളയും. ഇപ്പൊ വയലറ്റ് അതുപോലെ തന്നെ ഡാലിയ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് ഒരാളെ ഇപ്പോ നമ്മുടെ ഒരു ഡാലിയ കാണുന്നുണ്ട്. അത് തന്നെ ഇതുവരെയായിട്ടും കാണാത്ത റോസിന്. അതിനർത്ഥം എന്താണ്? ഡാലിയക്ക് റോസിനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റോസ് വിചാരിച്ചത് കൊണ്ടാണ്. അതിനർത്ഥം എന്താണ്? ഫിലിപ്പിനെ കൊണ്ട് ഡാലിയെ കൊല്ലിക്കാൻ വേണ്ടി പോവാണ്. ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ വയലറ്റും ഡാലിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓട്ടുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ ഡാലിയെ കൊല്ലാനായിട്ട് ഫിലിപ്പും വരുന്നുണ്ട്. ഫിലിപ്പിന്റെ ലക്ഷ്യം ഡാലിയ മാത്രമാണ്. മകളായിട്ടുള്ള വയലറ്റിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വന്ന് ഫിലിപ്പിനെ ബോധം കെടുത്തിയിടുകയാണ്. അത് മറ്റാരുമല്ല, ഇത്രയും നേരം നമ്മളെല്ലാം ഭ്രാന്തനാണെന്ന് വിചാരിച്ച വാൾട്ടർ തന്നെ. അവസാനം വില്ലൻ കഥാനായകനായി മാറിയത് കണ്ടോ? ഈ വാൾട്ടറിന് പ്രേതങ്ങളെയും ആത്മാക്കളെയൊക്കെ കാണാൻ കഴിയും. അങ്ങനെയുള്ള ശക്തികളെ ഒതുക്കലാണ് വാൾട്ടറിന്റെ പരിപാടി. ഇവിടേക്ക് ഫിലിപ്പ് വന്നപാട് ആകെ ആ ഒരു റോസിനെ കണ്ടത് ഈ വാൾട്ടർ മാത്രമായിരുന്നു. കാരണം അതിനുള്ള ശക്തി ഈ വാൾട്ടറിനുണ്ട്. പിന്നീട് പല ക്രിയകളും ചെയ്തിട്ട് അവളുടെ ആ ഒരു ആത്മാവിനെ ഇവിടെ ഓടിപ്പിക്കാനാണ് വാൾട്ടർ നോക്കിയത്. പക്ഷെ അപ്പൊ ഒന്നും അത് നടന്നില്ല. ഇപ്പോ അത് നടക്കാൻ വേണ്ടി പോവാണ്. അതായത് പെട്ടെന്ന് തന്നെ അവളുടെ ദേഹത്തേക്ക് എന്തൊക്കെയോ ചില മന്ത്രപ്പൊടികൾ ഇടുകയാണ്. അവൾ നിലത്ത് വീണു. അവളുടെ രണ്ട് കൈകളിലേക്ക് മാണി അടിച്ചു കയറ്റുന്നുണ്ട്. അവൾക്ക് ചുറ്റുമായിട്ട് ഒരു തീവലയം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഒരു ചെറിയ പെൺകുട്ടിയാണ് റോസ്. അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ഡാലിയൊക്കെ ഉള്ളിൽ എന്തോ ഒരു വിഷമം പോലെ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന വാൾട്ടറിനെ തള്ളി മാറ്റുകയാണ്. അതുകൊണ്ട് ആ ഒരു ചടങ്ങ് അത് മുടങ്ങിപ്പോയി. പെട്ടെന്ന് നിലത്ത് വീണ ഫിലിപ്പ് ചാടി എഴുന്നേൽക്കുകയാണ്. കത്തിവെച്ച് അവന്റെ നെഞ്ചിലേക്ക് കുത്തി കയറ്റുകയാണ്. ആ നേരത്ത് വാൾട്ടർ പറയുന്നുണ്ട്, എടാ മരമണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് നോക്കുന്നത് ആ ആത്മാവിന്റെ കയ്യിൽ നിന്നും. എന്തായാലും അപ്പോഴേക്കും വാൾട്ടറിനെ ഫിലിപ്പ് കൊന്നു കഴിഞ്ഞായിരുന്നു. ഇതിനുശേഷം ഫിലിപ്പ് ഡാലിയെ കൊല്ലാൻ നിൽക്കുമ്പോൾ അതിനെ റോസ് തടുക്കുകയാണ്. അച്ഛാ വേണ്ടാന്ന് പറയണം. കാരണം ഇത്രയും കാലം അച്ഛനോട് ഞാൻ നല്ലൊരു അമ്മയെ ചോദിച്ചായിരുന്നു, എനിക്കത് കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരാളെ കിട്ടി, ഡാലിയ. ഇവരാണ് ഇനി മുതൽ എന്റെ അമ്മ. എന്നെ നശിപ്പിക്കാൻ ഇവര് സമ്മതിച്ചില്ലല്ലോ. ഇത് പറഞ്ഞ് അവരുടെ കൂട്ടത്തിൽ ഡാലിയും കൂട്ടുകയാണ്. ഇതിനുശേഷം ഇവര് 4 പേരും ആ അപ്പാർട്ട്മെന്റ് വിട്ട് പുറത്തേക്ക് നടന്നു പോകുന്നുണ്ട്. ഫിലിപ്പും ഡാലിയും 2 മക്കളായിട്ടുള്ള വയലറ്റും റോസും. എന്നാൽ 4 പേര് അതിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും 3 പേരെ കാണാൻ കഴിയുന്നുള്ളൂ, ഫിലിപ്പിനെയും ഡാലിയെയും വയലറ്റിനെയും. എന്നാൽ പുറത്തേക്ക് വന്നപ്പോൾ ഫിലിപ്പ് റോസിന്റെ ആത്മാവിനോട് ചോദിക്കുന്നുണ്ട്, മോള് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇനി ഒന്നുമില്ലല്ലോ, എല്ലാം കഴിഞ്ഞില്ലേ? എന്നാൽ ഈ സമയത്ത് റോസ് പറയാണ്, അച്ഛാ ഇനി മുതലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതായത് ബേസിക്കലി ആ ഒരു പെണ്ണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭയങ്കര കുരുത്തം കെട്ടതാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ആത്മാവിനും അതേ സ്വഭാവം തന്നെ. പാവം കഷ്ടപ്പെടാൻ പോകുന്നത് ഇനി ഫിലിപ്പും അതുപോലെ തന്നെ അവളുടെ ചേച്ചിയായിട്ടുള്ള വയലറ്റും പിന്നെ പുതുതായിട്ട് വന്ന നമ്മുടെ ഡാലിയും കൂടിയാണ്. എങ്ങനെയുണ്ട് കഥ? ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ആയിരുന്നില്ലേ? അപ്പൊ എന്തായാലും അടുത്തൊരു കഥയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.